താൻ ചെയ്തത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവാകുന്നില്ലല്ലോ. ആയാലല്ലേ മാപ്പിനെ കുറിച്ച് അദ്ദേഹത്തെ ചിന്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അദ്ദേഹം അത് ചിന്തിക്കണം, ഒന്ന് ആലോചിച്ച് നോക്കണം. ശരിയാണോ തെറ്റാണോ? തെറ്റാണെന്ന് ഈ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇന്നലെ മണ്ണാർക്കാട് ഒരു ചടങ്ങിൽ വെച്ച് മുൻ മന്ത്രി ശ്രീ KT ജലീലിൻ്റെ കുട്ടികളോടുള്ള പെരുമാറ്റം തികച്ചും അനുചിതവും അവഹേളനപരവും ആണ്. ഒരു കുഞ്ഞിനോട് പൊതുസദസ്സിൽ ആളുകൾ നോക്കി നിൽക്കെ ഇത്തരത്തിൽ അപമാനിക്കുന്ന, അക്ഷരം അറിയത്തില്ല, അതിൻ്റെ ചെവിയിൽ നുള്ളുന്ന പോലെ നുള്ളി എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള പെരുമാറ്റം ഒരിക്കലും ശരിയല്ല. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണത്. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് അത്രയും അറിയണം എന്നില്ല. ഇന്ന് ഇപ്പോൾ കുറച്ചു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുക. അധ്യാപകനായി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പഠിപ്പിച്ച കുട്ടികളാരും അങ്ങനെ പറയില്ല. കാലം മാറി. ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ എല്ലാവരുടെ അവകാശങ്ങൾക്ക് മറ്റെന്തിനേക്കാൾ പ്രാധാന്യം നൽകുന്നൊരു സമൂഹമാണ് പൊതുവെ എല്ലായിടത്തും, പ്രത്യേകിച്ച് കേരളത്തിലും. ശാസ്ത്രീയമായും അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള അധ്യാപന രീതിയാണ് നമ്മുടെ സമൂഹം, നമ്മുടെ നാട് പിന്തുടരുന്നത്. അതിനൊക്കെ എത്രയോ വിപരീതമായാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായത്. തെറ്റ് ബോധ്യപ്പെടാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഒരു മന്ത്രിയായി പ്രവർത്തിച്ച ഒരാൾ, അധ്യാപകനായി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തിരിച്ചറിയാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടി, ഇപ്പോൾ CPM-ലൊക്കെ അദ്ദേഹം മെമ്പർഷിപ്പൊക്കെ എടുത്തിരിക്കുകയില്ലേ, അപ്പോൾ ആ പാർട്ടിയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ശിശു വികസന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറ്റകരമായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പ്രൊട്ടക്ഷൻ ഓഫീസർ, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ മണ്ണാർക്കാടേക്ക് അയച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് കിട്ടിയാലുടൻ ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. തീർച്ചയായും റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ ഉടനെ എന്തായാലും അനുചിതമായ തെറ്റായ കാര്യമാണ്, തെറ്റാണ്, അത് കുറ്റകരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാനസിക സമ്മർദ്ദവും അവഹേളനവും നമ്മൾ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് അക്ഷരത്തെറ്റുണ്ടായാലും പഠന ഭാഗത്തെ തെറ്റുണ്ടായാലും അത് മനസ്സിലാക്കി കൊടുത്ത് അവരെ നേരായ വഴിക്ക് നയിക്കുവാൻ അവരുടെ അച്ഛനമ്മമാർക്കും അധ്യാപകർക്കും മാത്രമല്ല, ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്ക് ആ ഉത്തരവാദിത്വം വലുതാണ്. അതുപോലും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്.